MLA-മാരും MP-മാരും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഫെബ്രുവരി 8 ഡൽഹി സമരം വളരെയേറെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒന്നായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളുടെ തന്നെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെഡറലിസത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കേരളത്തിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ രാജ്യം മുഴുവൻ എത്തിക്കുന്നതിനും ഈ സമരപരിപാടിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേന്ദ്ര സർക്കാർ BJP ഇതര സർക്കാരുകളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നം രാജ്യം മുഴുവൻ അറിയിക്കുന്നതിന് ഈ സമര രീതിയിലൂടെ കഴിയുകയുണ്ടായി. ഇടതുപക്ഷം ഉയർത്തുന്ന ഫെഡറലിസത്തിനു വേണ്ടിയുള്ള സമരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് അത്തരത്തിലൊന്നായിട്ട് മാറി ഈ സംഭവം. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള നിലപാട് ആദ്യം മുതലേ ഇടതുപക്ഷം സ്വീകരിച്ചത്. എന്നാൽ BJP സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് കേരളത്തിലെ UDF-കാർ നിരവധിയായ സന്ദർഭങ്ങളിൽ എടുത്തിട്ടുള്ളത്. എന്നാൽ ഈ നിലപാടിൻ്റെ പാപ്പരത്വം തുറന്നു കാണിക്കുന്നതാണ് 7-ാം തീയതി കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരായി ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം. കർണാടകയുടെ സമരം വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനത്തെ തടയാൻ BJP-യുടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധം എന്ന പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വസ്തുതാപരമാണെന്നും ആണ് വ്യക്തമാക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിലെ പാപ്പരത്വമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ദേശീയ തലത്തിൽ BJP വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ പൊതുവേദിയുടെ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി കർണാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം എന്നുള്ളത് ഒരു ദേശീയ പ്രശ്നമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ഒരു സമരപരിപാടി കർണാടകയുടെ മാത്രമായി ചുരുക്കി എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ പരിമിതി. അത് കേരളത്തിൻ്റെ തന്നെ പിടിവാശി മൂലമുണ്ടായ ഒന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP-യേതര മുഖ്യമന്ത്രിമാരുടെയും നേതാക്കളുടെയും പങ്കാളിത്തം കൂടി കർണാടക പ്രശ്നത്തിൻ്റെ മേലെ മന്ത്രിസഭയും മന്ത്രിമാരും നടത്തിയിട്ടുള്ള ആ സമരം ആ തരത്തിലേക്ക് ഉയർന്നുവെങ്കിൽ ഒരു സംശയമില്ല, ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ BJP-യേതര ഗവൺമെൻറ്റുകളുടെ മുഖ്യമന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് കേരളത്തിൻ്റെ പിടിവാശി മൂലമാണെന്നാണ് അറിയുന്നത്. കാരണം 8-ാം തീയതി നടക്കാൻ പോകുന്ന CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും മറ്റുള്ളവരും പങ്കെടുക്കുന്ന ആ സമരത്തിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ്.
അതിൻ്റെ ഫലം എന്താ? BJP ഏതര ഗവൺമെൻറ്റുകളെയും അതിൻ്റെ നേതാക്കന്മാരെയും, പ്രത്യേകിച്ച് ഇന്ത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കളെ കൂടി BJP ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ കർണാടകത്തിൻ്റെ സമരം തന്നെ ഒരു ശ്രദ്ധേയമായ സമരമായിട്ട് മാറുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും അതുപോലെ തന്നെ അതിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള സമരം ഡൽഹി മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവായ ജമ്മു ആൻഡ് കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള, അതുപോലെയുള്ള പ്രമുഖരായ നേതാക്കൾ ആ സമരത്തിൽ പങ്കെടുത്ത് DMK-യുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട IT വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കപിൽ സിബിൽ അല്ലേ, കപിൽ സിബിൽ ഉൾപ്പെടെ പങ്കെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നത് വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് ദേശീയ രാഷ്ട്രീയം BJP ഏതര ഗവൺമെൻറ്റുകളോട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഏകപക്ഷീയമായ നിലപാടിനും ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെയും കാണുന്നത്, വിലയിരുത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക.